ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ നമ്മുടെ പ്രഭുവായ ഹെരോദാവ് യേശുക്രിസ്തുവിനെ പറ്റി കേട്ടിട്ട് ചിന്തിക്കുകയാണ്, യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് തെറ്റായി ധരിക്കുന്ന ഒരു ധാരണയെ പറ്റിയുള്ള വിശദീകരണങ്ങൾ കാണാം. താൻ ആണല്ലോ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്. ആ ചരിത്രം താഴെ വിശദീകരിച്ചിട്ടുണ്ട്, അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ അതിനകത്തൊരു പ്രധാന വിഷയമുണ്ട്. ഈ ഹെരോദാവിൻ്റെ ജന്മദിനാഘോഷം അതാണ് ഈ നാശത്തിലേക്ക് വഴിവെക്കാനിടയായത് എന്നത് ദൈവജനം പ്രത്യേകം ശ്രദ്ധിക്കണമേ. ഇപ്പോൾ മോളോട് പറഞ്ഞല്ലോ, എന്ത് ചോദിച്ചാലും സമ്മാനം എന്ത് വേണമെങ്കിലും കൊടുക്കാം. അവരുടെ ഡാൻസ് കണ്ടപ്പോൾ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിട്ട് തനെന്ത് ചോദിച്ചാലും നമുക്ക് കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്യുകയും, അവളുടെ അമ്മ സ്നാപയോഹന്നാൻ്റെ തല വേണമെന്ന് ആവശ്യപ്പെടുകയും ഹെരോദാവിന് വൈമനസ്യത്തോടെ ആണെങ്കിലും ചെയ്യേണ്ടി വരികയും ചെയ്ത മഹാ ദുരന്തത്തിൻ്റെ സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും സുപരിചിതമായ ഭാഗമായതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായി എൻ്റെ ശ്രോതാക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, ജന്മദിനാഘോഷം ദൈവമക്കളായവർക്ക് യോഗ്യമല്ലേയല്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ജന്മദിനം ആഘോഷിച്ച രണ്ട് സംഭവങ്ങൾ ദൈവജനത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമുക്കറിയാം, അപ്പക്കാരൻ്റെയും പാനപാത്രവാഹകൻ്റെയും ഒരു ചരിത്രമുണ്ട്. അതിൽ അപ്പക്കാരനെ തലഛേദിച്ച് കളഞ്ഞത് അന്നത്തെ ഫറവോവിൻ്റെ ജന്മദിനാഘോഷത്തോടുള്ള ബന്ധത്തിലാണ് എന്നത് പഴയ നിയമത്തിലൊരു ചരിത്രമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ സ്നാപയോഹന്നാൻ്റെ ശിരച്ഛേദനം നടക്കുന്നത് ഹെരോദാവിൻ്റെ ജന്മദിനാഘോഷത്തോടുള്ള ബന്ധത്തിലാണ്. ഈ രണ്ട് സംഭവങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവജനം ശ്രദ്ധിക്കണമേ. ജന്മദിനം ആഘോഷിക്കുന്നത് യോഗ്യമല്ലേ അല്ല. നമുക്ക് ആഘോഷിക്കുക, നമുക്ക് 24 മണിക്കൂറും 7 ദിവസവും 12 മാസവും എല്ലാ വർഷവും വളരെ വിലപ്പെട്ടതാണ്. ഇത്തരം ആഘോഷങ്ങളുടെ പുറകെ പോകുന്നത് ദൈവമക്കൾക്ക് യോഗ്യമല്ലെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ചിന്തിക്കുന്നവർ ചിന്തിക്കട്ടെ. ലളിതമായ ജീവിതം നയിക്കാൻ കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു രാജാവായി ജനിച്ചവൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ എങ്ങനെയാണ് ജീവിച്ചത്? തലചായ്ക്കാൻ ഇടമില്ലെന്ന് കർത്താവ് തന്നെ പറഞ്ഞ ഭാഗം നമുക്കറിയാമല്ലോ. കുറുനരികൾക്ക് മാളമുണ്ട്, പറവകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞ യേശു. അങ്ങനെയൊക്കെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആഘോഷം കാണിച്ച് ഡംഭം കാണിക്കാൻ ഒരിക്കലും ദൈവമക്കൾ ശ്രമിക്കരുത്. വിവാഹ ആഘോഷങ്ങൾ ഇപ്പോൾ നമുക്കറിയാം ഭയങ്കര ആഘോഷമാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് മനസ്സിലാകുന്നില്ല. ശേഷം ലോകക്കാരെ പോലെ തന്നെ വേഷം കെട്ടുന്ന ഇത്തരം അഭ്യാസങ്ങൾ ദൈവജനത്തിന് ഭൂഷണമല്ല എന്ന് പറഞ്ഞു ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. ഇപ്പോൾ ഈ ആഴ്ച ഓണത്തിൻ്റെ സന്ദർഭങ്ങളായിരുന്നല്ലോ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവമക്കൾ തന്നെ പലയിടത്തും ഓണാഘോഷത്തോടുള്ള ബന്ധത്തിൽ വടം വലിക്കാനും കസേര കളിക്കാനും പല അഭ്യാസങ്ങൾക്കും പോയതായിട്ട് നമുക്കറിയാം. എത്ര ക്രൂരമായ പൈശാചികമായ നടപടിയാണതെന്ന് ചിന്തിക്കാതെയാണ് ഇത് ചെയ്യുന്നത്. ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിൽ ശരണപ്പെടുകയും ആ ദൈവത്തെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ എന്ത് കാരണം പറഞ്ഞും ഇത്തരം തോന്നിയാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത്, പരോക്ഷമായ പ്രത്യക്ഷമായ കൂട്ടുനിൽക്കുന്നത് ദൈവവചനപ്രകാരം യോഗ്യമല്ലെന്നും പൈശാചികമാണെന്നും മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഓണത്തിന് വീട്ടിൽ പായസം ഉണ്ടാക്കുന്നത് പോലും യോഗ്യമല്ലെന്ന ചിന്താഗതി കാരണം തലേ ദിവസം ഉണ്ടാക്കാം, പിറ്റേ ദിവസം ഉണ്ടാക്കാമല്ലോ. ഓണത്തോടുള്ള ബന്ധം, ഓണത്തിൻ്റെ ഓർമ്മയ്ക്കായി പായസം ഉണ്ടാക്കി സുഖിക്കുന്നതും രസിക്കുന്നതും പൈശാചികമാണെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. എന്തു പറയുള്ളൂ? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ഭേദാഭേദങ്ങളെ വിവരിക്കാൻ ദൈവം കഴിവ് നൽകട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഏതായാലും ഇത്തരം ലോകത്തോട് ഒത്തുപോകുന്ന
നാടോടുമ്പോൾ നടുവേ എന്നുള്ള രീതി മാറ്റിയിട്ട് ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠത ഗ്രഹിച്ച് ദൈവം കൽപ്പിച്ചത് മാത്രമേ അനുഷ്ഠിക്കൂ എന്ന് ഉറപ്പായി വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് ദൈവം നിത്യതയുടെ അനുഭവങ്ങളിലേക്ക് കടത്തിവിടുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇത് ലഘുവായി കാണാതെ വേർപാടും വിശുദ്ധിയും എന്താണെന്ന് ദൈവജനം തിരുവചന വെളിച്ചത്തിൽ ഗ്രഹിച്ച് മനസ്സിലാക്കി മുന്നേറണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ടെ. സ്നാപയോഹന്നാൻ്റെ ശിരച്ഛേദനം നടന്ന സംഭവം കേട്ടപ്പോൾ യേശു എന്താ സംഭവിച്ച അവിടെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ടു വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ടു. അവരിൽ മനസ്സരിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കുവാൻ വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണസാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറയും. പിന്നെ നമുക്കറിയാം, 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി 5000 പുരുഷന്മാരും അതിന് ചേർന്ന കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ വലിയ ഒരു ജനസമൂഹത്തിനെ ഭക്ഷിക്കാൻ കൊടുത്ത മഹാസംഭവം, അസാധാരണവും അത്യത്ഭുതകരവുമായ ദൈവശക്തിയുടെ പ്രകടവും പ്രത്യക്ഷവുമായ തെളിവായി വെളിപ്പെടുത്തിയ ഒരു മഹാസംഭവമാണല്ലോ അത്. ദൈവത്തിന് നന്നായി അറിയാമെന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് കഴിഞ്ഞ് ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടയിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ദൈവജനമേ നോക്കൂ, സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കാൻ തനിയെ മലയിൽ കയറിപ്പോയി. ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന യേശു നമുക്ക് നൽകിയ ദൃഷ്ടാന്തം ഒന്ന് ഗ്രഹിക്കുമോ, ഒന്ന് ചിന്തിക്കുമോ? പ്രാർത്ഥനയുടെ പ്രാധാന്യമെന്ന് ആലോചിച്ചു നോക്കൂ. ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പടയിൽ കയറ്റിവിട്ട ശേഷം യേശു ഒറ്റയ്ക്ക്, ആരും കാണാതെ ശ്രദ്ധിക്കാതെ ഒറ്റയ്ക്ക് മലയിൽ കയറി പ്രാർത്ഥിക്കുന്ന യേശു നമുക്ക് നൽകുന്ന മാതൃക, യേശുവിൻ്റെ ഈ മാതൃക ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്കും ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടട്ടെ. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കര വിട്ട് പല നാഴി ദൂരത്തായി. കാറ്റ് പ്രതികൂലമായതുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. യേശുക്രിസ്തു വെള്ളത്തിന്മേൽ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുന്ന ഒരു വലിയ അത്ഭുതകരമായ സംഭവം നോക്കൂ. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ചു, നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഇവിടെ നോക്കൂ, യേശു ക്രിസ്തു ചെയ്ത തൊട്ട് മുൻപ് 5 അപ്പം 2 മീനും കൊണ്ട് ഒരു വലിയ പുരുഷാരത്തെ തീറ്റി തൃപ്തമാക്കിയ രംഗം അനുഭവിച്ച് കണ്ട, അതിന് ആ ശുശ്രൂഷയിൽ പങ്കെടുത്ത ശിഷ്യന്മാർക്കാണ് ഇത്ര വലിയ ഭയം വന്നതെന്ന് ഓർക്കൂ. യേശു കർത്താവ് കടലിന്മേൽ നടക്കുന്നത് കണ്ടപ്പോൾ അവർ ഭൂതമെന്ന് ഭയപ്പെട്ട് നിലവിളിക്കുന്ന അനുഭവം. നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ആഴം എവിടെ നിൽക്കുന്നു എന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് എത്ര ശക്തമായ എത്രയോ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാതെ പലപ്പോഴും നാമും ഇതുപോലെ ഈ ശിഷ്യന്മാരെ പോലെ അലറി വിളിക്കുന്ന, ഭയപ്പെടുന്ന, ശങ്കിടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറില്ലേ? ദൈവത്തിൽ ശരണപ്പെടുന്ന ദൈവമക്കൾ 100% ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ആ ദൈവം കൈവിടാത്ത ദൈവമാണെന്നും സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ദൈവമെന്നും, ഒരു തലമുടി നാരിയുടെ താഴെ വീഴുന്നെങ്കിൽ ദൈവം അറിയാതെ, പിതാവ് അറിയാതെ നടക്കില്ലെന്ന് യേശു പറഞ്ഞ വാക്യം ഓർമ്മയുള്ള ദൈവമക്കൾക്ക് പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം കൈവിടുന്നവനല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുവാൻ എന്താണ് മടി, എന്താണ് തടസ്സം? നമ്മുടെ വിശ്വാസത്തിൻ്റെ ദൗർബല്യം എത്ര ബലഹീനം, എത്ര ശക്തമാണെന്ന് തിരിച്ചറിയൂ ദൈവമക്കളെ. ആഴമായ ദൈവവിശ്വാസം നമുക്കുണ്ടെങ്കിൽ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന് കടന്ന് വിശ്വസിക്കുവാൻ എന്താണ് വിഷമം? ദൈവം അറിയാതെയും അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് ആഴമായി വിശ്വസിക്കുവാൻ ദൈവമക്കളെ നമുക്ക് ശ്രമിക്കാം.
അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരട്ടെ. പ്രതിസന്ധികൾ വരുമ്പോൾ പരിഭ്രമിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്ന ആ കാഴ്ചപ്പാടുകൾ മാറി വരട്ടെ. ഏതവസ്ഥയിലും കൈവിടാത്തൊരു ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടെ ധൈര്യവും ഉറപ്പുള്ളവരായി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ഇത് ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് യേശു കർത്താവ് പറഞ്ഞപ്പം പത്രോസ് പറഞ്ഞ വാക്ക് നമുക്കറിയാമല്ലോ. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കിലേക്ക് വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. ഇവിടെ ഈ പത്രോസിൻ്റെ പരീക്ഷ കൊള്ളാം. കർത്താവ് തന്നെയാണ് സംസാരിക്കുന്നതെങ്കിൽ എന്നോടും ഈ വെള്ളത്തിൽ കൂടി നടക്കാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അങ്ങനെ പറഞ്ഞു, ഞാൻ പോലെ എന്ന് പറഞ്ഞു. പക്ഷെ അല്പം നടന്നു കഴിഞ്ഞപ്പോഴേക്കും പത്രോസിന് ആകെ പരിഭ്രമമായി. അല്പം മുങ്ങി കാണാൻ തുടങ്ങിയപ്പോഴേ കർത്താവിനെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. നമ്മുടെയൊക്കെ ജീവിതം ഇതുപോലെയല്ലേ സത്യത്തിൽ? ചില അനുഭവങ്ങൾക്ക് വേണം നല്ല ധൈര്യവും ഉറപ്പുമൊക്കെ തോന്നും. പക്ഷേ പ്രശ്നം വരുമ്പോൾ ആകപ്പാടെ പരിഭ്രാന്തിയായി എന്തു ചെയ്യണമെന്നറിയാതെ പേടിച്ചറിണ്ട് വല്ലാത്തൊരനുഭവത്തിലൂടെ. എന്നാൽ ദൈവജനമേ, നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കൈവിടാത്തൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം അറിയാതെയും അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തിരിച്ചറിയുവിൻ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന്മാരെ ദൈവം കൂടെ ചേർക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ഏതനുഭവത്തിലും അവസ്ഥയിലും ദൈവത്തിൽ ആശ്രയിച്ച് ഉറപ്പോടെ നിൽപ്പാൻ സർവശക്തനായ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. ഇവിടെ കർത്താവ് പത്രോസിനോട് പറയുന്ന വാക്ക് നോക്കൂ. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറയും. ഈ അല്പവിശ്വാസി എന്നുള്ള വിളി നമുക്കും ആപ്റ്റാണ്, നമുക്കും ബാധകമല്ലേ? നമ്മളും ഇങ്ങനെ പല കാര്യങ്ങളിൽ സംശയിക്കാറില്ലേ? എന്നാൽ ഈ പത്രോസിൻ്റെ അനുഭവം വെച്ച് ദൈവമക്കളെ, വാത്സല്യ ശ്രോതാക്കളെ, നമുക്ക് ഉറപ്പുള്ളവരായിരിക്കാൻ കഴിയട്ടെ. ദൈവം കണ്ണടച്ച് കളയുന്ന ദൈവമല്ലേ അല്ല. കർത്താവ് പറഞ്ഞ് നമ്മൾ ഇടയ്ക്ക് ചിന്തിച്ചതാണ് ഇല്ലേ? ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി നന്മ നൽകും എന്ന വാക്യം കർത്താവ് പറഞ്ഞ് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ഏതവസ്ഥയിലും ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ കാണുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ, പരിഭ്രമിച്ചു പോകാതെ, അധൈര്യപ്പെടാതെ ഉറപ്പും ധൈര്യമുള്ളവരായി ദൈവത്തിൽ ശരണപ്പെടുവാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ യേശു കർത്താവും പത്രോസും പടയിൽ കയറിയപ്പോഴേ കാറ്റ് അമർന്നു, അല്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്നത് 32-ാം വാക്യം. പടയിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കൂ. ഈ ശിഷ്യന്മാർ പറയുന്നത്, യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് ദൈവപുത്രൻ എന്നാണ്, ദൈവം എന്നല്ല പറയുന്നത്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഗൗരവമായി ചിന്തിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇടപെടുകയാണ്. ദൈവമേകനാണ്, ദൈവം പരിശുദ്ധ ദൈവം യഹോവയായ ഏക സത്യ ദൈവമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ, ഏക ദൈവം. പഴയ നിയമത്തിൽ അത് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വാത്സല്യ ശ്രോതാക്കളെ, നിങ്ങളൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മുടെ പഴയ നിയമ പുസ്തകങ്ങളിൽ ഒരിടത്തും ഒന്നിലധികം ദൈവത്തെപ്പറ്റിയുള്ള പരാമർശമുള്ളതായിട്ട് ഒരിടത്തും നമുക്ക് കാണാനാവില്ല. ഏക സത്യ ദൈവം, യഹോവയായ ദൈവം, പിതാവായ ദൈവം, സൈന്യങ്ങളുടെ കർത്താവായ യഹോവയായ ദൈവം. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാർ അന്ന് ഇന്നും അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്. ദൈവമേകനാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. യേശുക്രിസ്തു ദൈവത്തിൻ്റെ ആദ്യജാതനാണ്, ഏകജാതനായിരുന്നു. ഇപ്പോൾ നമ്മളൊക്കെ മക്കളായതുകൊണ്ട് ഏകജാതന ഇഷ്ടം പോലെ മക്കളുണ്ട്, ദൈവമക്കൾ. ദൈവത്തിന് നമ്മൾ ആ ഭാഗം ചിന്തിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഹെബ്രായ ലേഖനത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു പിതാവ്,
യേശു ക്രിസ്തുവിന് നമുക്കൊരു പിതാവ് എന്ന് നമ്മൾ ചിന്തിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അത് റോമാലേഖനത്തിൽ സഹോദരന്മാർ യേശു കർത്താവ് കൃത്യമായിട്ട് നമ്മൾ ഒരു സഹോദരനായിട്ട് കാണുന്നതായിട്ട് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു നമുക്ക് താരതമ്യം ചെയ്യാനാവാത്ത വിധം നമ്മിൽ നിന്ന് ഉയർന്നവനും അത്യുന്നതനുമാണ്, ശ്രേഷ്ഠനാണ്, ഉത്കൃഷ്ടനാണ്. സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും പിതാവായ ദൈവം നൽകിയിട്ടുള്ള മഹൽ വ്യക്തിയാണ്. പാപം മോചിക്കാൻ പോലും അധികാരം ലഭിച്ചവനാണ്. പക്ഷേ ദൈവമല്ല. അത് ചിന്തിക്കണം, അത് ഗൗരവമായി കാണണം. നമ്മൾ പാട്ടുകളൊക്കെ പാടുമ്പോൾ കൂടുതലും യേശുവിനെ ആരാധിക്കുന്ന പാട്ടുകൾ പാടുന്നുണ്ട്. അത് വചനവിരുദ്ധമാണ്. അതിന് തെളിവില്ല എന്ന് ഞാൻ പറയുമ്പോൾ ശ്രോതാക്കളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. ഒരു നിമിഷം നിന്ന് ചിന്തിക്കൂ. ഏതെങ്കിലും അപ്പസ്തോലൻ യേശു ക്രിസ്തുവിനെ ദൈവമായി ആരാധിച്ചതായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കൂ. ഞാൻ എൻ്റെ തെറ്റ് തിരുത്താൻ തയ്യാറാണ്. ഏതെങ്കിലും ഒരു അപ്പസ്തോലൻ യേശു ക്രിസ്തുവിനോട് പുനരുത്ഥാന സ്വർഗാരോഹണത്തിന് ശേഷം യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയൂ. ഏത് നിലയിൽ നോക്കിയാലും യേശു ക്രിസ്തു ദൈവപുത്രൻ, സംശയമില്ല, 100% സത്യമാണ്. പക്ഷെ ദൈവമല്ല. ത്രിയേക ദൈവം എന്ന ഉപദേശം പൈശാചികമാണ്, ഒരിക്കലും വചനത്തിന് യോജിച്ചതല്ല, വചനവിരുദ്ധം തന്നെയാണ്. ഏത് പ്രമാണി പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. പ്രമാണി വരെ പറഞ്ഞു എന്നതുകൊണ്ട് അത് സത്യമാകണമെന്നില്ല. നമ്മൾ ചിന്തിച്ച ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം. ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവം സത്യം അവരിലൂടെ വെളിപ്പെട്ടു വരുന്നത്. ജ്ഞാനത്തിൻ്റെ തലത്തിൽ കാണുന്ന കാര്യമല്ലിത്. ആത്മീയ വിഷയം പരിശുദ്ധാത്മാവാണ് നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടത്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിനുള്ളിൽ നിൽപ്പാൻ വാത്സല്യ ശ്രോതാക്കളെ വിനയപൂർവ്വം ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. അടുത്തത് നമുക്ക് 33-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, പടയിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ആരാധിച്ചു എന്ന ഒരു ചിന്താഗതിയുണ്ട്. പണ്ടുകാലത്ത് എല്ലാ രാജാക്കന്മാരെയും നമസ്കരിക്കുമല്ലോ. ഇഷ്ടംപോലെ നമസ്കരിച്ച ചരിത്രം പഴയ നിയമത്തിൽ കാണാൻ കഴിയും. യേശുക്രിസ്തു പുൽക്കൂട്ടിൽ കിടക്കുന്ന വിദ്വാൻമാർ വന്ന് യേശുവിനെ അമ്മയോടുകൂടി കണ്ട് യേശുവിനെ നമസ്കരിച്ച ചരിത്രം എഴുതിയിട്ടുണ്ട്. ധാരാളം വിഷയങ്ങൾ അങ്ങനെയുണ്ട്. പക്ഷേ അത് ആരാധനയായിട്ട് കൂട്ടരുത്. അതൊരു റെസ്പെക്റ്റിൻ്റെ ഒരു ബഹിർഗമനം, അല്ലെ ഒരു ബാഹ്യമായ ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ കണ്ടാൽ മതി. ഒരു ആദരവിൻ്റെ അംഗീകാരത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് കൂട്ടിയാൽ മതി. ദൈവജനം ആ വിഷയങ്ങൾ ഗൗരവമായി ചിന്തിക്കണമെന്ന് പറഞ്ഞ് ആ ഭാഗം അവർ അക്കരെയെത്തി ഗനസരത്ത് ദേശത്ത് ചെന്നു. അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞു. ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് ദീനക്കാരെയൊക്കെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഒരു വലിയ പ്രവണതയാണ്. പ്രഭാവപ്രാപ്തരായ ദൈവദാസന്മാരുടെ അടുക്കൽ വലിയൊരു കൂട്ടം ജനം കൂടി വരികയാണ്. അവർ വരുന്നതിൻ്റെ ലക്ഷ്യം അവരെ അലട്ടുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ്. പ്രധാനമായും രോഗസൗഖ്യമാണ്. മറ്റൊന്ന് ഭൂതങ്ങളിൽ നിന്നുള്ള ഭൂതശാന്തി ലഭിക്കാൻ വേണ്ടിയാണ്. കടബാധിതമാണ്. ഇങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾക്ക് പരിഹാരം തേടി പ്രഭാവപ്രാപ്തരായ ശുശ്രൂഷകന്മാരുടെ അടുക്കൽ ഓടിയെത്തുന്ന അനേക ജനത്തെ നമുക്ക് കാണാം. യേശു കർത്താവിൻ്റെ സന്നിധിയിലും ഇതുപോലെ വലിയൊരു കൂട്ടം ജനത്തെ നമുക്ക് ഓടി വരുന്നതായിട്ട് കാണാം. യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട മാത്രയിൽ തന്നെ അവർക്കൊക്കെ പലർക്കും സൗഖ്യമായി. അത് സത്യവുമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി നമ്മുടെ ലക്ഷ്യം രോഗസൗഖ്യമോ നമ്മുടെ പ്രതിസന്ധികളിൽ നിന്നുള്ള വിടുതലോ ആയിരിക്കരുത്. നിത്യതയാണ് ഒന്നാമത്തെ വിഷയം. മറ്റതെല്ലാം സെക്കൻഡറിയാണ്, ബൈ പ്രോഡക്റ്റാണ്. ആ നിലയിൽ കാര്യങ്ങൾ കണ്ട് ദൈവജനം കൂടുതൽ ആത്മീയ വിഷയത്തിൽ ഊന്നൽ കൊടുക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഈ രോഗസൗഖ്യത്തിന് വേണ്ടി ഓടിക്കൂടുന്ന ജനത്തിൻ്റെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവരുമല്ല
സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗ്ഗത്തിൽ കടക്കുന്നതെന്ന് യേശു കർത്താവ് പറഞ്ഞ ഭാഗം നമ്മൾ ചിന്തിച്ചതാണല്ലോ. അപ്പോൾ ഈ പ്രമാണിമാർ പറയുമല്ലോ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി രോഗസൗഖ്യം നൽകി വലിയ അത്ഭുതങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ യേശു പറയുന്ന വാക്യം ദൈവജനമേ ഒരിക്കൽ കൂടി ഓർക്കേണ്ടതിനായി ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് യേശു പറയുന്ന ദയനീയ രംഗമൊന്ന് ആലോചിച്ചു നോക്കൂ. തിരുവചനത്തിൽ ലേഖനം നമുക്കൊരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പിശാച് പോലും ദൈവദൂതൻ്റെ വേഷം കെട്ടി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്. അപ്പോൾ വലിയ പ്രത്യക്ഷതകളോ വലിയ അത്ഭുതങ്ങളോ കണ്ടാൽ അത് ദൈവികമാകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഒരിക്കൽ ചിന്തിച്ചതാണ്, മോശ ഫറവോൻ്റെ മുൻപിൽ വടിയിട്ടപ്പോൾ അത് സർപ്പമായി പാമ്പായി മാറി. ഉടനെ മന്ത്രവാദികളെ വിളിച്ച് മന്ത്രവാദം ചൊല്ലി വടിയിട്ടപ്പോൾ അതും പാമ്പായി. വടിയെ പാമ്പാക്കാൻ തക്കവണ്ണം മന്ത്രവാദത്തിന് ശക്തിയുണ്ടെന്ന് വചനത്തിൽ തെളിവ് സഹിതം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ചില അത്ഭുതങ്ങളോ അടയാളങ്ങളോ കാണിച്ചു എന്ന് കരുതി അതെല്ലാം ദൈവികമാണ് എന്ന് തെറ്റിദ്ധരിക്കരുതേ. വേറൊരു സുവിശേഷമുണ്ട്, വേറൊരു യേശുവുണ്ട്, വേറൊരു ആത്മാവുണ്ട്. യഥാർത്ഥമായ പരിശുദ്ധാത്മാവാണോ, നമ്മുടെ കർത്താവായ നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവാണോ, സത്യസുവിശേഷമാണോ എന്നൊക്കെ വിവേചിച്ച് തിരിച്ചറിഞ്ഞ് ഭേദാഭേദങ്ങൾ മനസ്സിലാക്കി മുന്നേറണമെന്ന് വിനയത്തോട് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ആ ആവർത്തന വ്യവസ്ഥത വന്നു പോകുന്നോ എന്നെനിക്ക് ഭയം തോന്നുന്നു. എങ്കിലും കാര്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്താണ് ഞാനിത് വീണ്ടും ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് താൽക്കാലികമായ വിടുതലുകളോ സൗഖ്യങ്ങളോ നന്മകളോ പ്രാപിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ നിത്യത എവിടെ, എങ്ങനെ, ഞാനിപ്പോൾ മരിച്ചാൽ ഞാൻ എവിടെ ചെല്ലും എന്ന് ഉറപ്പ് പ്രാപിക്കുന്ന ആത്മീയ പക്വതയിലേക്ക് വളരുവാൻ വാത്സല്യ ശ്രോതാക്കളെ ഞാൻ വിനയപൂർവ്വം പ്രബോധിപ്പിക്കുകയാണ്. തിരുവചനങ്ങൾ ആഴത്തിൽ പഠിച്ച് പരിശുദ്ധാത്മ നിറവോടെ വായിച്ച് ഗ്രഹിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.